ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്കൊരു കസ്റ്റമർ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വിൻറ്റേജ് എൻവലപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമർ ഓർഡർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ 3 ബുക്സ് റാപ്പ് ചെയ്യാൻ, പിന്നെ ഒരു വിൻറ്റേജ് എൻവലപ്പ്, അതിനുള്ളിൽ ഒരു ലെറ്റർ, പിന്നെ ഒരു വിൻറ്റേജ് ബുക്ക് മാർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു കേട്ടോ ഈ ഒരു ഓർഡറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ബുക്സ് കാര്യങ്ങളൊക്കെ റാപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളൊരു വിൻറ്റേജ് ലവർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഒരു മിനിമൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു എൻവലപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു എൻവലപ്പാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് കേട്ടോ, കാരണം അതാണ് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു എൻവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡൈ കട്ട് മെഷീൻ യൂസ് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിലിം റോൾ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു ഡൈ കട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് വേറൊരു ഡൈ കട്ടും കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ചതുരം പോലത്തെ ഒരു ഡൈ കട്ടും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചൊരു ക്ലസ്റ്റർ ആയിരുന്നു, അപ്പോൾ അത് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതൊരു വാക്സിൽ സ്റ്റാമ്പ് ആട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്രസ് ചെയ്തിട്ടുള്ള ഡ്രൈ റോസ് ഫ്ലവർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ സ്റ്റാമ്പ് ചെയ്തതായിരുന്നു, അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് അതുപോലെ ഒരു റാൻഡം നമ്പേഴ്സ് ഉള്ള ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു, ക്ലിയർ സ്റ്റാമ്പ്, അപ്പോൾ അതും സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ചൈൽഡ് എന്ന് എഴുതിയൊക്കെ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ കഴിഞ്ഞിട്ട് ഒരു കോട്ടും കൂടെ ഇതുപോലെ ഒരു സെൻറ്റൻസ് അങ്ങനത്തെ ഒരു ഇതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാൻവാസ് പേപ്പർ ഉണ്ടായിരുന്നു, നമ്മുടെ ഡ്രസ്സിൻ്റെ ക്യാൻവാസില്ല അങ്ങനത്തെ ഒരു പേപ്പർ, അപ്പോൾ അത് ഞാൻ ആ ഒരു ലീഫ് കണ്ടോ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സർക്കിൾ ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റിക്കറും അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ടുള്ള ഒരു ജിപ്സി ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു കോട്ട് വെച്ചിട്ട്, അതായത് ഒരു സെൻറ്റൻസ് പോലത്തെ കോട്ട് ഉണ്ടല്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ, പശ തേച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ ആ ഒരു ഡേറ്റ്, അതായത് ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ആ ഒരു ഡേറ്റും കൂടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ എൻവലപ്പ് ഡിസൈൻ ചെയ്തത്. ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഒരു വിൻറ്റേജ് ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കോമെൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലെറ്ററാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എൻവലപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ എൻവലപ്പ് സെക്യൂർ ആക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇത് എൻ്റെ അടുത്ത് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ആൾ ആ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ എൻവലപ്പ് കാണുമ്പോൾ ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ആ ഒരു ബുക്കിൽ 3rd ബുക്ക് ഉണ്ടായിരുന്നു, ഞാൻ ലാസ്റ്റായിട്ട് റാപ്പ് ചെയ്തിട്ടുള്ള ബുക്ക്, അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു വിൻറ്റേജ് ബുക്ക് മാർക്കും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഇതിൽ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ വിൻറ്റേജ് ബുക്ക് മാർക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ.